എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തായ് ഡെസേർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ വെറൈറ്റി ഫുഡൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് തായ് ഡെസേർട്ടായിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് സ്റ്റിക്കി റൈസാണ്. ഇത് സിംപ്ലിങ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇതിപ്പോൾ 500 ഗ്രാമാണ് വരുന്നത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീരകശാല റൈസ് പോലെയൊക്കെ ചെറിയൊരു റൈസാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള ഈ റൈസ് വെച്ചിട്ടാണ് മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. 1 കിലോൻ്റെ പാക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓൺലൈനിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭിക്കുന്നതാണ് സ്റ്റിക്കി റൈസ് അല്ലെങ്കിൽ ഗ്ലൂട്ടണസ് റൈസ്. മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് സ്റ്റിക്കി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായി കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം തെളിയുന്ന വരെയാണ് നമുക്ക് ഈ ഒരു റൈസ് കഴുകിയെടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അങ്ങനത്തെ 3-4 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വയ്ക്കാം. കഴുകി വൃത്തിയാക്കി അരിയിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഒരു 2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അരി ഒന്ന് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഓവർനൈറ്റ് അതല്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു അരി കുക്ക് ചെയ്യേണ്ടത്. അങ്ങനത്തെ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയ ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനെന്താ ഞാൻ അരിയത്തെ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് വെള്ളത്തിൽ ചേർത്തിട്ടല്ല കുക്ക് ചെയ്യുന്നത്, സ്റ്റീം ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു തോർത്തിലേക്ക് ഈ ഒരു അരി മാറ്റിയാണ്. ഇനി നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത ശേഷം നമുക്കിത് സ്റ്റീമറിലേക്ക് വയ്ക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനെന്താ ഞാൻ സ്റ്റീമറിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് വയ്ക്കാം. എന്നിട്ടൊരു 20 തൊട്ടിട്ട് 30 മിനിറ്റ് വരെയാണ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, താഴത്തെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച ശേഷം വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അങ്ങനെ അരിയൊക്കെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. ഞാനിവിടെ ഇപ്പോൾ ടിൻഡ് കോക്കനട്ട് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രംബ ലീവ്സാണ്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്ലേവറിന് കൊടുക്കുന്ന ആ ലീവ്സ് ഉണ്ടല്ലോ, അതാണ് നമുക്കിതിലേക്ക് വേണ്ടത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ രംബ ലീവ്സിൻ്റെ ഒരു ലീവ്സ് മതി നമുക്ക് ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. രംബ ലീവ്സിൻ്റെ ഫ്ലേവറാണ് ഈ സ്റ്റിക്കി റൈസിന് കിട്ടുന്നത്. രംബ ലീവ്സ് നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് തിൻ കോക്കനട്ട് സോസ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇത് പഞ്ചസാരയും ഉപ്പൊക്കെ നന്നായി അലിയുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്ത് സ്റ്റൗവിൽ വെച്ച ശേഷം നമ്മൾ തേങ്ങാപ്പാലൊന്ന് കുറുക്കിയെടുക്കാൻ പോവുകയാണ്. അതിനകത്ത് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രംബ ലീവ്സ് ചേർക്കാം. അതിനകത്ത് നമ്മുടെ കോക്കനട്ട് മിൽക്കൊക്കെ നന്നായി ഒന്ന് ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് ബോയിൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ റൈസൊക്കെ വെന്തോ എന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം. അതിനെന്താ നമ്മുടെ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് സ്റ്റിക്കി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സ്റ്റിക്കി റൈസിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിലാണ് നമുക്കിങ്ങനെ റൈസ് കിട്ടുന്നത്.
രംബാലീസൊക്കെ മാറ്റിയിട്ടുള്ള ആ തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് ചേർക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ടാണ് അടച്ചു വെക്കേണ്ടത്. ആ ചൂടോടുകൂടി തന്നെ ഈ ഒരു തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ തോർത്ത് വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. കാരണം ചൂടൊട്ടും പുറത്തോട്ട് പോകാത്ത രീതിയിലാണ് കവർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇതൊരു 20 to 40 minutes ആണ് നമുക്കിത് അടച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കോക്കനട്ട് സോസാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. 1/4 കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. കോൺഫ്ലവറിന് പകരമായിട്ട് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ചേർത്തിട്ട് കുറുക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാത്ത രീതിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ ഇതിലേക്ക് 1 നുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായി അലിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് തിക്ക് കോക്കനട്ട് സോസാണ് തയ്യാറാക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കതൊന്ന് കുറുക്കിയെടുക്കാൻ. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടുന്നതാണ്. ഇതിൽ ചേർക്കുന്ന മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതിനകത്ത് കോൺഫ്ലവറും ചേർത്ത് തേങ്ങാപ്പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് തിക്കാവാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കോക്കനട്ട് സോസ് വേണ്ടത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. പുളിയും മധുരവും ഒക്കെ ഉള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് പാകിസ്ഥാനി മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഒരു മാങ്ങയാണ് കഴുകിയ ശേഷം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് റൈസൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. കോക്കനട്ട് മിൽക്കൊക്കെ നന്നായി അബ്സോർബ് ആയോ എന്നുള്ളത് നോക്കാം. കോക്കനട്ട് മിൽക്ക് റൈസൊക്കെ നന്നായി അബ്സോർബായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിലാണ് നമ്മളിനി സെർവ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഒരു ബൗളിലേക്ക് റൈസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോട് കൂടിയോ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടോ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ തണുപ്പിച്ചിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് അൺമോൾഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റൈസ് പ്ലേറ്റിലേക്ക് അൺമോൾഡ് ചെയ്യുകയാണ്. അതിനുശേഷം റൈസിന് ചുറ്റിയായിട്ട് മാങ്ങ കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ സോസാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സോസും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം എള്ളാണ് ചേർക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു രംബ ലീവ്സും കൂടി കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാങ്ങയും അതുപോലെ തന്നെ റൈസും കൂടി ചേർത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്.